അപ്പോൾ ഉണ്ടാക്കാൻ നല്ല എളുപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതിന് മെയിൻ വേണ്ടത് 2 വലിയ പൊട്ടാറ്റോയും ഒരു ചെറിയ പീസ് ബീട്രൂട്ടും. ഇത് ചെറിയ പീസാക്കി ക്യൂബാക്കി കട്ടാക്കുക. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ 3 വിസിലാവുന്നവരെ വേവിച്ചിട്ട് എടുക്കുക. എന്നിട്ട് മാറ്റിയേക്കുക. പിന്നെ ഒരു ഫ്രൈ പാൻ എടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. അത് കുറച്ച് വാടി വരുമ്പോഴേക്ക് പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ഒന്നിച്ചരിച്ചത് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ്, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെയും മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീട്രൂട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നാകെ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഒന്നിച്ച് വേവിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ക്യാരറ്റ് മാതിരിയായിട്ടുള്ളത്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഒടിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ, 1 ടീസ്പൂൺ കോൺഫ്ലോറും, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും, ഒരു കുരുമുളക് പൊടിയും, പിന്നെ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടിയും, മല്ലിച്ചപ്പും കറിച്ചപ്പും ഇട്ടിട്ട് ഒന്നാകെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് കയ്യിലിങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതിലേക്ക് വേവിച്ച ഒരു മുട്ട 4 പീസായിട്ട് കട്ടാക്കിയത് അത് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോളാക്കി എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ബ്രെഡ് ക്രംസിൽ, മുട്ടയ്ക്ക് മുക്കേണ്ട ആവശ്യമില്ല, ബ്രെഡ് ക്രംസിൽ മാത്രം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഓയിൽ നല്ല ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നൊരു സ്നാക്കും കൂടിയാണ് ഇത്, ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ. എന്നിട്ട് ഓയിൽ നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമാണ്, ഫ്ലെയിം കുറയാനും പാടില്ല, കൂടാനും പാടില്ല. എന്നിട്ട് ഇത് ഒരു സൈഡ് നല്ല മുരിഞ്ഞുകൊണ്ട് വരുമ്പോൾ മാത്രം സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്ക് മെല്ലെ എടുത്ത് മാറ്റുക ഓയിലിൽ നിന്ന്. അപ്പോൾ എല്ലാവരും എന്തായെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, ഉണ്ടാക്കാനും എളുപ്പം, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പി കൂടിയാണ് ഇത്.